ഹായ് വ്യൂവേഴ്സ്, ഐ എം മിസ്റ്റർ കെ. നിങ്ങൾക്ക് ഇരുട്ടിനെ പേടിയാണോ? ഒരു കൊമിക് കഥാപാത്രമായി വന്ന് ഇന്ന് ലോകം മുഴുവൻ, ലോകത്തെ എല്ലാ വ്യക്തികൾക്കും, അതായത് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഇൻസ്പയർ ആയ ഒരു സ്റ്റോറി, ആ ഒരു കഥാപാത്രം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ ദി ഡാർക്ക് നൈറ്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ദി ബാറ്റ്മാനെ കുറിച്ച്. വൺസ് അഗൈൻ, വെൽക്കം ടു ബാക്ക് മിസ്റ്റർ കൈൻ ഡേവിഡ് ബ്ലോഗ് 2. ഒരു 11 വയസ്സുകാരന്റെ കഥ. ഓർക്കണം, വവ്വാലിനെയും ഇരുട്ടിനെയും പേടിയായ വ്യക്തി ഇന്ന് ഈ ലോകത്ത് ചെറിയ കുട്ടി മുതൽ വലിയവർ വേറെ ഉള്ളവർക്ക് ഒരു ഇൻസ്പയർ ആയി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു കൊമിക് കഥാപാത്രത്തിലൂടെ വന്ന് ഒരു കാർട്ടൂൺ കഥാപാത്രമായി അത് പിന്നെ സിനിമയായി തീർന്ന ഹോളിവുഡിലെ ഒരു ഫിക്ഷണൽ ക്യാരക്ടറായ ബാറ്റ്മാനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ബാറ്റ്മാൻ എന്ന് പറയുന്ന കഥാപാത്രം ബേസ് ചെയ്തിരിക്കുന്ന ഗോത്തം സിറ്റിയിലാണ്. ഗോത്തം സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് സിറ്റിയാണ്. റീസൺ, അവിടെ തെഫ്റ്റും മർഡേഴ്സും എല്ലാം നടക്കുന്ന സിറ്റിയാണ്. അവിടെ ന്യായത്തിനൊരു വാല്യമില്ല, അന്യായത്തിനാണ് വാല്യ കൂടുതൽ. പക്ഷേ ഈ ഗോത്തം സിറ്റിയിൽ ആളുകൾ ജോലിക്ക് വരും, അതുപോലെ അവിടെ ബിസിനസ് ചെയ്യും, എല്ലാം ചെയ്യും. റീസൺ വേറൊന്നുമില്ല, ഈ ഗോത്തം സിറ്റി എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ റിച്ചസ്റ്റ് സിറ്റിയാണ്. പക്ഷെ ഇവിടെ ഈ ന്യായത്തിനൊരു വാല്യൂവില്ല, അന്യായങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്തെടുക്കാം. അങ്ങനത്തെ ഒരു സിറ്റിയാണ് ഗോത്തം സിറ്റി എന്ന് പറയുന്നത്. ഈ ഗോത്തം സിറ്റിയിലെ ഏറ്റവും വലിയൊരു പണക്കാരാണ് ഈ ബ്രൂസ് വെയിന്റെ പിതാവ്. ബ്രൂസ് വെയിന്റെ ഫാദർ എന്ന് പറഞ്ഞാൽ തോമസ് വെയിൻ ഒരു കമ്പനി അവിടെ ഉണ്ട്, വെയിൻസ് എന്റർപ്രൈസസ് ആണ്. ഈ വെയിൻസ് എന്റർപ്രൈസസിന്റെ പുതിയ ജനറേഷൻ ആണ് ഈ ബ്രൂസ് വെയിൻ, അതായത് പുതിയ ന്യൂ വാരിയറാണ് ബ്രൂസ് വെയിൻ എന്ന് പറയുന്നത്. തോമസ് വെയിൻ ഗോത്തം സിറ്റിക്ക് വേണ്ടി പല ഡെവലപ്മെന്റ്സിന് തോമസ് വെയിൻ ഫണ്ട് അയക്കാൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുള്ള വ്യക്തിയാണ്. ആ ഗോത്തം സിറ്റി വളരാൻ വേണ്ടി എല്ലാ കാര്യത്തിനും തോമസ് വെയിൻ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന. സോ അങ്ങനെ ഇരിക്കെ ബ്രൂസ് വെയിനും തോമസ് വെയിനും ഭാര്യയായ മാർത്ത വെയിനും കൂടി ഒരു സിനിമയ്ക്ക് പോവുകയാണ്. മാർക്കോ സോറോ എന്ന് പറയുന്ന ഫിലിമിനാണ് ഇവർ 3 പേരും കൂടി പോകുന്നത്. അതിൽ വവ്വാലിന്റെ പ്രസൻസും ഇരുട്ടിന്റെ പ്രസൻസും കാരണം നമ്മുടെ ബ്രൂസ് വെയിൻ തോമസ് വെയിനോട് പറയുന്നു, ഫാദർ എനിക്ക് ഇവിടെ ഇരിക്കാൻ ഒക്കുന്നില്ല, വല്ലാത്തൊരു പേടി വരുന്നു, നമുക്ക് തിരിച്ചു പോകാം എന്ന് പറയുമ്പോൾ തോമസ് വെയിൻ മാർത്താവിനോട് പറഞ്ഞിട്ട് ഓക്കെ നമുക്ക് തിരിച്ചു പോകാം എന്നുള്ള രീതിയിൽ തിയേറ്ററിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നു. അവര് ആ ദിവസം അല്ലെങ്കിൽ ആ നിമിഷങ്ങൾ ഉല്ലസിച്ച് സന്തോഷത്തോടെ പോകുന്നു. അങ്ങനെ അവർ ആ വാക്കിംഗ് സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്ന ടൈമിൽ ഒരു കള്ളൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് തോക്കെടുത്തവരുടെ ചൂണ്ടി അവരോട് പറയുന്നു, നിങ്ങളുടെ എല്ലാ സാധനങ്ങളും എനിക്ക്, അതായത് ഓർണമെന്റ്സ് മറ്റു കാര്യങ്ങളെല്ലാം എനിക്ക് എത്തരണം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തും. അപ്പം തോമസിന്റെ കയ്യിലുള്ള ബ്രൂസ് ആ ടൈമിൽ തന്റെ കൈ പോക്കറ്റിലിട്ട് തന്റെ കയ്യിലുള്ള സാധനങ്ങൾ ആ തെഫ്റ്റിന് കൊടുക്കാൻ നേരം അറ്റ് എ ടൈം അയാളുടെ ഒരു കയ്യബദ്ധം കൊണ്ടാണ് ആ ലിവർ വരെയും ബ്രൂസ്വെന്റെ ഫാദറിന്റെ നേരെ ഷൂട്ട് ഔട്ട് ചെയ്യുന്നത്. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മാർത്ത വെയിൻ ഭയങ്കര ഒരു ഷോക്കിംഗ് സ്റ്റേജ് ആയിരുന്നു. ഇവരിത് കണ്ടിട്ട് ഇവരും ഇത് അലച്ചപ്പോൾ ഇയാള് അവരെ വിളിച്ചു കൊല്ലുന്നു. ബ്രൂസ് വെയിൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. ബ്രൂസ് വെയിൻ അങ്ങ് മരവിച്ചിരിക്കുന്ന അവസ്ഥ. തന്റെ കൺമുമ്പിൽ വെച്ച് ഏതോ ഒരു കള്ളൻ എൻ്റെ ഫാദറിനെയും മദറിനെയും നിറയൊഴിച്ചിരിക്കുന്നു, തനിക്കൊന്നും ചെയ്യാൻ ഒക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഒത്തില്ലല്ലോ എന്നുള്ള ചിന്തയിൽ ആ ഒരു ടൈമിൽ മരവിച്ചിരിക്കുന്ന ബ്രൂസ് വെയിൻ, പിതാവിന്റെയും മാതാവിന്റെയും ഫ്രണ്ടിൽ മുട്ടുകുത്തിയിരിക്കുന്ന ബ്രൂസ് വെയിൻ. ആലോചിക്കാം അവന്റെ അപ്പത്തെ വിഷമം. വെയിൻസ് എന്റർപ്രൈസസിലെ തോമസ് വെയിൻസിന്റെ ഒരു കാര്യസ്ഥനുണ്ട്, പുള്ളി എന്ന് പറയുന്ന പുള്ളി ആ സ്കൂളിലോട് വരികയും ബ്രൂസ് വെയിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്യും. ബ്രൂസ് വെയിൻ അപ്പോഴാണ് ബ്രൂസ് വെയിൻ ഒരു മനസ്സിൽ സങ്കടം അല്ലെങ്കിൽ ഒരു കരച്ചിൽ എന്ന് പറയുന്ന സംഭവം വരുന്നത്. അങ്ങനെ വന്നു, അവിടെ പോലീസുകാർ വന്നു, എല്ലാ അതിന്റെ നെക്സ്റ്റ് പ്രൊസീജിയേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആക്കി ബോഡി അവർക്ക് വിട്ടുകൊടുക്കും, സോണൽ ഫംഗ്ഷന് വിട്ടുകൊടുക്കുന്ന ബോഡി. ദെൻ ബ്രൂസ് വെയിൻ ഇതെല്ലാം കഴിഞ്ഞ് തന്റെ വെയിൻ മാനർ എന്ന് പറയുന്ന വലിയൊരു കൊട്ടാരത്തിൽ ബ്രൂസ് വെയിൻ വന്നു. അതിന്റെ ജനാലയുടെ അടുക്കൽ ബ്രൂസ് വെയിൻ വന്നിരിക്കുന്നു, വിഷമത്തോടെ ഇരിക്കുന്നു. ഫാദറിനും മമ്മിക്കും ഈ ഒരു പ്രശ്നം ഞാൻ കാരണമാണല്ലോ ഉണ്ടായത്, എന്റെ പേടിയാണല്ലോ ഇവരെ ഇതിലോട്ട് കൊണ്ട് നയിച്ചത് എന്നുള്ള കാര്യം ബ്രൂസ് വെയിൻ ചിന്തിക്കുന്നു. പക്ഷേ ബ്രൂസ് വെയിൻ ഒന്നും ചെയ്യാൻ, ബ്രൂസ് വെയിൻ ആകെ സങ്കടത്തിരിക്കുന്നതായിരുന്നു. ഏറ്റവും കൂടുതൽ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു സയന്റിസ്റ്റ് ആവണം എന്നുള്ളതായിരുന്നു. ആ ആഗ്രഹത്തിന് വേണ്ടി ബ്രൂസ് വെയിൻ പരിശ്രമിച്ചു. പക്ഷെ ബുക്കുകൾ തുറന്ന് അതിനുവേണ്ടി പഠിക്കുമ്പോൾ ബ്രൂസ് വെയിന് പഠിക്കാൻ ഒക്കുന്നില്ല. കാരണം ഇതിൽ ബുക്കുകൾ നോക്കുമ്പോഴും അവന്റെ ആ ചിന്തകൾ അവനെ വല്ലാതെ പേടിപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അസ്വസ്ഥതപ്പെടുത്തുന്നു.
ബ്രൂസ് വെയിൻ അവിടെ നിന്ന് അത് വിട്ടിട്ട് ബ്രൂസിന്റെ ശരീരത്തിൽ ബ്രൂസ് വെയിൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ബ്രൂസ് വെയിന്റെ ശരീരം ബിൽഡപ്പ് ചെയ്യാൻ ബ്രൂസ് വെയിൻ ശ്രമിക്കുന്നു. സോ അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ബ്രൂസ് വെയിന്റെ അപ്പനെയും അമ്മയും കൊന്ന ആ കൊലയാളിയെ കോടതിയിൽ വിചാരണ ചെയ്യുന്നത്. ബ്രൂസ് വെയിൻ അറിയാം ഇതൊരു കറക്റ്റഡ് ആയിട്ടുള്ള സിറ്റിയാണ്, അപ്പം ഒരിക്കലും ഇവിടെ നീതി കിട്ടത്തില്ല, ന്യായം കിട്ടത്തില്ല എന്നറിയാം. വെയിൻ മാനറിൽ തോമസ് വെയിന്റെ കസേരയിൽ അല്ലെങ്കിൽ തോമസ് വെയിന്റെ കോട്ടിലുണ്ടായിരുന്ന ഒരു കണ്ണ് ബ്രൂസ് വെയിൻ എടുത്ത് തന്റെ കോട്ട് തിരികെ കയറ്റി താൻ കോടതി വളപ്പിലോട്ട് പോവുകയാണ്. അവിടെ വെച്ച് അയാളെ കൊല്ലണം. അയാള് വിധി ജയിച്ച് അയാളെ സ്വതന്ത്രമാക്കി അയാൾ വെളിയിൽ വരുന്ന ടൈമിൽ ബ്രൂസ് വെയിൻ ഗണ്ണെടുത്ത് അവരുടെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്, ഞാൻ ഇപ്പൊ കൊല്ലും എന്ന് പറഞ്ഞത്. സോ അങ്ങനെ നിന്ന ടൈമിലാണ് ബ്രൂസ് വെയിന്റെ മനസ്സിൽ ഒരു കാര്യം കടന്നു വരുന്നത്. അതായത് തോമസ് വെയിൻ പറഞ്ഞൊരു കാര്യം, നീ ഇന്ന് ഒരാളെ കൊല്ലുകയാണെങ്കിൽ അവിടെ ഒരു കൊലയാളിയും കൂടി ജനിക്കുമല്ലേ എന്നുള്ള കാര്യം. സോ ഈ കാര്യം ബ്രൂസ് വെയിന്റെ മനസ്സ് വന്നത് ബ്രൂസ് വെയിൻ ബ്രൂസ് വെയിൻ തീരുമാനത്തിൽ ഞാൻ ഈ ആരും കൊല്ലില്ല. ബ്രൂസ് വെയിൻ നേരെ മീൻ മാനർ വന്നു ആൻഡ്രൂസിനോട് ആൻഡ്രൂസ് ഞാൻ ഇനി മേലിൽ ആരും കൊല്ലില്ല. പക്ഷെ ഇനിയും ഒരിക്കലും ഈ 11 വയസ്സുകാരൻ, അതായത് എനിക്ക് വന്ന ഒരു അനുഭവം ഒരിക്കലും വേറൊരു 11 വയസ്സുകാരന് വരില്ല എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ബ്രൂസ് വെയിൻ ഉണ്ടായിരുന്നത്. അപ്പം ആൻഡ്രൂസ് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പം ആൻഡ്രൂസ് ചോദിച്ചു മിസ്റ്റർ വെയിൻ എന്ത് ചെയ്യാം. അപ്പൊ ആൻഡ്രൂസിനോട് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. സോ അങ്ങനെ വന്നപ്പോൾ ബ്രൂസിന് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ടൈമിൽ ബ്രൂസ് വെയിൻ ഒരു കത്തെഴുതുന്നു, ആൻഡ്രൂസ് ഞാൻ ഇനിയും വിരുന്നിച്ച് എന്ന് പറയുന്നത് കത്തെഴുതിയിട്ട് ബ്രൂസ് വെയിൻ അവിടെ നിന്ന് നാട് പോയി. എല്ലാവരും ബ്രൂസ് വെയിൻ എന്ത് ചെയ്യാൻ തിരക്കുന്നു. അപ്പം ദ റിച്ചസ്റ്റ് ബോയ് അല്ലേ, അല്ലെങ്കിൽ റിച്ചസ്റ്റ് ചൈൽഡ് അല്ലേ. അപ്പം സോ അവൻ എന്തെങ്കിലും തരയിടയ്ക്ക് അല്ലെങ്കിൽ എവിടെയും അടിച്ചു പിടിക്കാനും പോയതാണ് നാട്ടുകാർ വിചാരിച്ചു. പക്ഷെ ബ്രൂസ് വെയിൻ നേരെ ചെന്ന് ഒരു അണ്ടർവേൾഡ് ഓർഗനൈസേഷൻ വെച്ചു. കാരണം ബ്രൂസ് വെയിൻ അറിയാം ഞാൻ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഒരു കാര്യവുമില്ല, എനിക്ക് ഇതെല്ലാം പഠിച്ചെടുക്കും. എന്തുകൊണ്ട് ബ്രൂസ് വെയിൻ അണ്ടർവേൾഡ് ഓർഗനൈസേഷൻ ചെന്ന് ക്രിമിനൽസിന്റെ മൈൻഡ് പിടിക്കും. അങ്ങനെ ബ്രൂസ് വെയിൻ ക്രിമിനൽസിനോട് ചേർന്ന് ക്രിമിനൽസിന്റെ മൈൻഡ് പിടിപ്പിക്കുമ്പോൾ ബ്രൂസ് വെയിൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇവരെല്ലാം പേടിച്ചൂറികളാണ്. കാരണം ഇവരൊരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ ഒരാളെ കൊല്ലുന്നതാണ്, ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് ഒരാളെ കൊല്ലുന്നതും ഒരാളെ അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ല, ഇവര് മഹാപേടിത്തുറികളാണെന്ന് മനസ്സിലാവും. ബ്രൂസ് വെയിൻ അവിടുന്ന് തന്നെ പല ഇത് പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബ്രൂസ് വെയിൻ ഈ പല രാജ്യങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ ഭാരതത്തിൽ ബ്രൂസ് വെയിൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇവിടെ വന്ന് ടിബറ്റും നേപ്പാളിലൊക്കെ സന്ദർശിച്ച് മൈൻഡ് കൺട്രോൾ, മെഡിറ്റേഷൻ, മൈൻഡിനൊക്കെ പുള്ളിയുടെ കാര്യത്തിനെ കൺട്രോൾ ചെയ്യാൻ ഉള്ള എല്ലാ കാര്യങ്ങളും പുള്ളി അവിടെ ചെയ്യുന്നുണ്ട്. സോ അത് കഴിഞ്ഞ് പുള്ളി പല രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അങ്ങനെ സന്ദർശിക്കുന്ന പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി എപ്പോഴും ഈ ബ്രൂസ് വെയിൻ എന്ന കഥാപാത്രം, ബാറ്റ്മാൻ എന്ന കഥാപാത്രം എപ്പോഴും തന്റെ സ്കിൽസിനെ ലിമിറ്റായിട്ട് എപ്പോഴും ഉയർത്തിക്കൊണ്ടുവരും. അതായത് ഒരു ലിമിറ്റ് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യത്തില്ല, ലിമിറ്റ് ഓവർ ചെയ്ത് അതിനൊരു എക്സീഡ് ലെവലിൽ എപ്പോഴും കൊണ്ടുവരാൻ ഈ ബ്രൂസ് വെയിൻ എന്ന കഥാപാത്രം ശ്രമിക്കുന്നുണ്ട്. ഏകദേശം ഒരു ബ്രൂസ് വെയിൻ പല രാജ്യങ്ങളിൽ ചെല്ലുന്നു. ഏകദേശം ഒരു 30 ലാംഗ്വേജസ് ബ്രൂസ് വെയിൻ അറ്റ് എ ടൈം കൈകാര്യം ചെയ്യാമെന്നാണ് പറയുന്നത്. സോ അങ്ങനെ വന്ന് ബ്രൂസ് വെയിൻ ലീഗ് ഓഫ് അസാസിൻസ് എന്ന് പറയുന്ന ഒരു അണ്ടർവേൾഡ് ഓർഗനൈസേഷൻ ജോയിൻ ചെയ്യുന്നു. അത് നോളൻ സിനിമയിൽ ലീഗ് ഓഫ് ഷാഡോ എന്നാണ് പറയുന്നത്. സോ അവിടെ ജോയിൻ ചെയ്ത ബ്രൂസ് വെയിൻ അവിടെ നിന്ന് അവരുടെ ടെക്നിക്സ് ഒത്തിരി പഠിച്ചെടുക്കുന്നു. അവരുടെ ഫൈറ്റിംഗ് ടെക്നിക്സ്, അവരുടെ 100+ ടെക്നിക്സ് ഉണ്ട്, ഒത്തിരി അവർ പഠിച്ചെടുക്കുന്നു. ശരീരം കൊണ്ട് മാത്രമല്ല മൈൻഡ് കൊണ്ടും ഇതിന്റെ പ്രാവർത്തികമാക്കണം. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോയാലേ എനിക്ക് ഈ ഒരു വിജയത്തിലൂടെ എത്തത്തുള്ളൂ എന്ന് ബ്രൂസ് വെയിൻ അറിയാം. അപ്പോൾ ലീഗ് ഓഫ് അസാസിൻസിൽ ബ്രൂസ് വെയിൻ ചെല്ലുന്ന അവിടുത്തെ കാര്യങ്ങളെല്ലാം പഠിക്കുന്നു. അപ്പം അവർക്ക് ഒരു ചിന്തയാണ്, അവർക്ക് നെക്സ്റ്റ് ലീഡറിനെ വേണം. അപ്പൊ നെക്സ്റ്റ് ലീഡറിനെ ഇറക്കുമ്പോൾ ബ്രൂസ് വെയിൻ എന്ന് പറയുന്ന ഈ ആളെയാണ് നെക്സ്റ്റ് ലീഡറായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും ബ്രൂസ് വെയിൻ അവിടെ നിൽക്കണമെന്നൊരു താല്പര്യമില്ല. അവിടെ നിന്ന് ബ്രൂസ് വെയിൻ ഗോതം സിറ്റി തന്നെ വരണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. സോ അങ്ങനെ ബ്രൂസ് വെയിൻ അവരുടെ ഒരു സീക്രട്ട് ആയിട്ടുള്ള 100+ ഫൈറ്റിംഗ് ടെക്നിക്സും മറ്റു കാര്യങ്ങളൊക്കെ ബ്രൂസ് വെയിൻ പഠിച്ച് നേരെ ഗോതം സിറ്റിയിൽ അവരറിയാതെ അവിടുന്ന് ചാടി ഗോതം സിറ്റിയിലോട്ട് വരുന്നു. വന്നപ്പോൾ എല്ലാവരും ബ്രൂസ് വെയിനെ കണ്ടിട്ട് അതിശയകരമായിട്ട് നോക്കുന്നു. വെയിന്റെ മോൻ, തോമസ് വെയിന്റെ മോൻ തന്നെ വരുന്നു. ബ്രൂസ് വെയിൻ നേരെ പോയത് ആൻഡ്രൂസ് എന്ന് പറയുന്ന കാര്യസ്ഥന്റെ അടുത്താണ്. ആൻഡ്രൂസ്, ഞാൻ ഇനിയും ഒരാളെ കൊല്ലില്ല, പക്ഷേ എനിക്ക് ഇവിടെ നിന്നാലേ ഒക്കത്തുള്ളൂ. കാരണം എനിക്കൊരു കാര്യം മനസ്സിലായി, കള്ളന്മാരെല്ലാം വെറും വിഡ്ഢികളാണ്. അവരുടെ വിശ്വാസത്തിന് പുറത്ത് ചെയ്യുന്ന, അല്ലെങ്കിൽ വേറെ പേടിച്ചുകൊണ്ടന്മാരാണ്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന് പുറത്ത് ചെയ്യുന്ന വിവരക്കേടുകളാണ് ഇതെല്ലാം എന്ന് പറയാൻ ആൻഡ്രൂസിനോട് പറഞ്ഞു.
അപ്പൊ ആൻഡർസൺ പറഞ്ഞു ഇനി മേലിൽ ആർക്കും ഇങ്ങനെയുള്ള സംഭവിക്കില്ല. ഈ കറക്റ്റഡ് സിറ്റിയിൽ ഞാൻ എല്ലാവർക്കും ഒരു പേടി ചിത്രമായിട്ട് വരണം, പക്ഷേ ഞാൻ ഇങ്ങനെ ഇരിക്കും ആർക്കും എന്നെ ഒരു പേടി തരില്ല, പക്ഷെ എനിക്കൊരു രൂപം വേണം എന്ന് പറഞ്ഞ് ബ്രൂസ് വെയിൻ ഒരു സ്യൂട്ട് ക്രിയേറ്റ് ചെയ്യും. ആ സ്യൂട്ടാണ് ബാറ്റ്മാൻ്റെ സ്യൂട്ട്. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ബ്രൂസ് വെയിൻ ഒരു ദിവസം ഗോത്തം സിറ്റിയിലോട്ട് എൻ്റർ ചെയ്യുന്നു. സോ നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ ഫ്രണ്ടിൽ കൂടെ രക്ഷ കടന്നു പോകണമെങ്കിൽ നമ്മൾ പേടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഈ ഓർഗനൈസേഷൻ മീറ്റിംഗ്സിലും ഈ തെഫ്റ്റിന്റെ മീറ്റിംഗ്സിലൊക്കെ ബ്രൂസ് വെയിൻ അല്ലെ അവിടെ എന്തെങ്കിലും സംഘർഷം നടത്താൻ തരും. ബ്രൂസ് വെയിൻ അവിടെ നിന്ന് ഈ സ്യൂട്ട് ഇട്ടുകൊണ്ട് പറഞ്ഞു തരും. ഒരു 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ, ബോഡി നല്ല മാസീവ് ആയിട്ടൊരു മനുഷ്യൻ വന്നിറങ്ങുമ്പോഴേ ഒരു വവ്വാലൊക്കെ വന്നിറങ്ങുന്നു, ഒരു ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കുന്നു. അതുപോലെ തന്നെ എവിടെയെങ്കിലും തെഫ്റ്റ് പ്രശ്നമോ അവിടുത്തെ ഇലക്ട്രിസിറ്റി എല്ലാം ഡൗൺ ആവുന്നു, വൈറ്റ് സ്മോക്ക് വരുന്നു. ഇതിന്റെ ഇടയ്ക്ക് ഒരു 2 കൊമ്പുള്ള ഒരു വ്യക്തി ഇങ്ങനെ നടന്നു പോകുന്നു. ഫുൾ ബ്ലാക്ക് ആറ്റ് സ്യൂട്ടുള്ള ഒരു 2 കൊമ്പുള്ള വ്യക്തി ഇങ്ങനെ നടന്നു പോകും. ആർക്കാണെങ്കിലും പേടി വരുന്നത്. സോ അന്നോട്ട് ഈ ഗോത്തം സിറ്റിയിൽ ഈ അണ്ടർവേൾഡ് ഓർഗനൈസേഷനിൽ ഒരു പറച്ചിലുണ്ട്, ആരോ ഇവിടെ ഉണ്ട്. കാരണം വെച്ചാൽ നമ്മൾ എന്ത് പരിപാടിക്ക് ഇറങ്ങിയാലും ആരോ വന്ന് നമ്മളെ അടിക്കുന്നുണ്ട്. ടൈം ക്യാപ്പ് പോലും തരുന്നില്ല, നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പോലും സമയം തരുന്നില്ല. അപ്പോഴേ നമ്മളെ അടിച്ചെടുത്ത് കാണിച്ചാൽ ഓർക്കണം 100+ ടെക്നിക്സ്, അതായത് 100 ഫൈറ്റിംഗ് ടെക്നിക്സുകളും പഠിച്ച് ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു ആളാണ് ഈ ബ്രൂസ് വെയിൻ. 30 ലാംഗ്വേജസ് അറിയാം. അതല്ലാതെ ബ്രൂസ് വെയിൻ പഠിക്കാത്ത കാര്യങ്ങളില്ല. എനിക്ക് പറയാന്ന് വെച്ചാല് ബയോളജി, കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് പല കാര്യങ്ങളും ബ്രൂസ് വെയിൻ അതിനിടയ്ക്ക് പഠിച്ചെടുക്കുന്നുമുണ്ട്. അപ്പം സോ ഇങ്ങനെ ഭയങ്കര അഡ്വാൻസ് ലെവലിൽ വന്ന വ്യക്തിയാണ് ബ്രൂസ് വെയിൻ എന്ന് പറയുന്നത്. അപ്പം ഇവർ ആ ഓർഗനൈസേഷൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. രാത്രി നമ്മൾ ഇറങ്ങുന്ന ടൈമിൽ ഒരു നിഴലായിട്ട് നമ്മൾ നോക്കും, നമ്മുടെ ഒരു നിഴലിൽ, അതായത് ഗോത്തം സിറ്റിയിലെ എല്ലാ നിഴലിലും ഈ ബാറ്റ്മാൻ എന്ന കഥാപാത്രം ഉണ്ടെന്നുള്ള കാര്യം ഇവരെല്ലായിടത്തും പാസ് ചെയ്യുന്നത്. അത് സത്യമായിരുന്നു. ഇരുളിൽ നിറഞ്ഞ അന്തരീക്ഷത്തിലെ എല്ലാ തൂണുകളുടെ പുറകിലും ബാറ്റ്മാൻ എന്ന കഥാപാത്രം ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. കാരണം അവിടെ ഒരു തെഫ്റ്റ് നടക്കാതിരിക്കാൻ ഈ ബാറ്റ്മാൻ എന്നുള്ള ഈ രൂപത്തിനെ കൊണ്ട് അത്രത്തോളം സാധിച്ചു. ഈ ബാറ്റ്മാൻ എന്നുള്ള കഥാപാത്രം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ബാറ്റ്മാനെക്കാട്ടും പവറും കഴിവുമുള്ള ഒരു വ്യക്തികളുടെ ലീഡേഴ്സ് ആയിട്ടുണ്ട് ബാറ്റ്മാൻ. സോ അവര് ബാറ്റ്മാൻ്റെ ഒരു ലീഡറിൽ അതിൽ അവരൊരു കൺസേൺ ഉള്ള ഒരു വ്യക്തിയല്ല ബാറ്റ്മാൻ എടുക്കുമ്പോൾ തന്നെ ആ വ്യക്തി ഭൂമിക്കും മനുഷ്യർക്കും ഒരു ശാപം അല്ലെങ്കിൽ ഒരു പ്രശ്നക്കാരൻ എന്ന് തോന്നുന്ന സമയത്ത് ബാറ്റ്മാൻ അവനെ അവോയ്ഡ് ചെയ്യാനുള്ള ബാക്കപ്പ് പ്ലാൻ ബാറ്റ്മാൻ ഉണ്ടായിരുന്നു. അതൊരു ഇൻസ്പയർഡ് ആയിട്ട് സ്റ്റോറിയാണ്. ഒന്ന് ഓർക്കുക, ബാറ്റ്മാൻ ഒരിക്കലും, അതായത് ബാറ്റ്മാന്റെ കഥാപാത്രം നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുത്തനെ വീഴ്ത്തണം എന്ന് വിചാരിച്ച് ബാറ്റ്മാൻ ഉണ്ടെങ്കിൽ അവനെ വീഴ്ത്തിയ ശേഷം അവനൊരിക്കലും റെസ്റ്റ് എടുക്കുകയില്ല. കാരണം ബാറ്റ്മാൻ ഇന്ന് ഒരാളെ അടിച്ചിട്ട് കഴിഞ്ഞാൽ അവൻ അതോട് കഴിഞ്ഞു എന്നുള്ള ഒരു ചിന്തയിൽ ബാറ്റ്മാൻ ഇരിക്കില്ല. പകരം നാളെ അവൻ ഉയർത്തെഴുന്നേറ്റ് എന്നെ എന്തെങ്കിലും ചെയ്താൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള പ്ലാൻ ബാറ്റ്മാൻ എപ്പോഴും ക്രിയേറ്റ് ചെയ്തു. ബാറ്റ്മാൻ ഒരു അഡ്വാൻസ് ആണ്. കാരണം ബാറ്റ്മാനെ ഒരിക്കലും ആർക്കും എതിർത്ത് നിൽക്കാൻ ഒക്കത്തില്ല. അങ്ങനെ എതിർത്ത് നിൽക്കാൻ ഒക്കത്തില്ല. അവനെ, അതായത് ശത്രുവിനെ എതിർത്ത് തോപ്പിച്ചു കഴിഞ്ഞാൽ ആ ബാറ്റ്മാൻ അന്ന് തൊട്ട് ആ വർക്ക് അവിടെ സ്റ്റോപ്പ് ആകത്തില്ല. അന്ന് തൊട്ട് ബാറ്റ്മാൻ നാളെ തിരിച്ചു വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ബാക്കപ്പ് പ്ലാനോടായിരിക്കും പ്രതീക്ഷിച്ചിരിക്കുന്നത്. സോ ബാറ്റ്മാൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഞാൻ ഈ പറഞ്ഞത്. എൻ്റെ ഒരു ഇതിലൊഴിച്ച് ബാറ്റ്മാൻ നമുക്ക് എപ്പോഴും ഇൻസ്പയർഡ് ആവുന്ന ഒരു കാര്യമാണ്. എപ്പോഴും പുള്ളി ലിമിറ്റിന് എക്സൈഡ് ചെയ്തിട്ടുണ്ട്. പുള്ളി എനിക്കിതേ ഉള്ളൂ എന്നല്ല, പുള്ളി ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയിൽ നിന്നാണ് പുള്ളി ഇത്രയും അപ്ഗ്രേഡ് ചെയ്ത് പുള്ളിയുടെ ബോഡി സ്ട്രെങ്തനിങ് ആണ് നോക്കുന്നു. സോ പുള്ളി IQ ലെവൽ പുള്ളിയുടെ മാക്സിമൈസ് ആക്കുന്നു. പുള്ളി പല കാര്യങ്ങൾ പഠിക്കുന്നു, കോഡിങ് അങ്ങനെ പറയുന്ന പല കാര്യങ്ങൾ പുള്ളി പഠിച്ചെടുക്കുന്നു. ഫൈറ്റിംഗ് സ്റ്റൈൽ പഠിക്കുന്നു, ലാംഗ്വേജസ് പഠിക്കുന്നു. പുള്ളി ആ പഠിച്ച കാര്യങ്ങളിൽ തൻ്റെ സൊസൈറ്റിക്ക് വേണ്ടി പുള്ളി അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതാണ് ആ കഥാപാത്രത്തിന്റെ ഒരു ഹൈലൈറ്റ് പറയുന്നത്. നമ്മളൊക്കെ പലതും പഠിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ എത്രത്തോളം നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ എപ്പോഴും നോക്കിയിരിക്കണം. അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. സോ ഞാൻ നിർത്തുന്നു. ഇത്രേ ഉള്ളൂ ഇന്ന് എനിക്ക് പറയാനായിട്ട്. അപ്പൊ സോ അതിനകത്തെ തെറ്റുകൾ കാണും. സോ നിങ്ങളെ തെറ്റുകൾ പറയുക. സോ see you in this video. Until then, bye bye. I never thought you'd be